നമ്മുടെ രാജ്യം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചില മുദ്രാവാക്യങ്ങളുടെ പിതൃത്വം ഇന്ന് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. ഒരു പ്രചരണ ആയുധമായി അത് മാറിയിരിക്കുകയാണ്. പൗരത്വ നിയമത്തിനെതിരായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആദ്യമായിട്ട് ഈ വിഷയം കേരളത്തിന്റെ മുമ്പിൽ ഉന്നയിച്ചത്. പിന്നീട് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ ശ്രീ ശശി തരൂർ അത് ഏറ്റെടുത്തു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാരത മാതാ കി ജയ്, അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ അതാര് രൂപപ്പെടുത്തിയെടുത്തു? അത് തയ്യാറാക്കിയത് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചില മുസ്ലിം കവികളാണെന്നും, എന്നിട്ടും എന്തുകൊണ്ട് സംഘപരിവാരം അത് അവരുടേതാക്കി മാറ്റുന്നു എന്നും ഉള്ളൊരു ചോദ്യമാണ് പിണറായി വിജയൻ മലപ്പുറത്തെ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മറാത്തയിലെ ഒരു പേഷ്വ നാനാ സാഹിബ്, അദ്ദേഹത്തെ നമുക്ക് അവിടുത്തെ രാജാവെന്നോ ചക്രവർത്തിയോ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ദിവാനും പിന്നീട് പ്രധാനമന്ത്രിയുമായിരുന്ന അസിമുള്ള ഖാനാണ് 19ാം നൂറ്റാണ്ടിൽ ഭാരതമാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഇന്ത്യ വളരെ വികാരത്തോടെ എത്രയോ വർഷങ്ങളായി ഉയർത്തുന്ന ആ മുദ്രാവാക്യം രൂപപ്പെടുത്തിയെടുത്തതെന്നാണ് ശ്രീ പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒരു ഉറുദു കവിയായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ 1957 പ്രഥമ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ ഒരാളായിരുന്നു. അതില് ഈ മറാത്ത പേഷ്വ നാനാ സാഹിബും പങ്കെടുത്തിരുന്നു. നാനാ സാഹിബിന് വേണ്ടി യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് അസിമുള്ള ഖാനായിരുന്നു. അദ്ദേഹമാണ് ഈ 1857 സമരത്തിൽ ആദ്യമായിട്ട് ഈ മുദ്രാവാക്യം ഉയർത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. MG അഗർവാൾ എന്ന ചരിത്രകാരൻ എഴുതിയ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ അസിമുള്ള ഖാന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംഗെ ഇസ് മാലിക്, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന വളരെ പ്രസിദ്ധമായ ഒരു വിപ്ലവഗാനവും അസിമുള്ള ഖാൻ രചിച്ചിട്ടുണ്ട്. അതേസമയം 1873 കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ എന്ന ബംഗാളി നാടകകൃത്ത് എഴുതിയ ഭാരതമാത എന്ന ഒരു നാടകത്തിലാണ് ഈ മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് എന്ന് ഇതിന് ബദലായിട്ട് BJP ബുദ്ധിജീവികൾ പറയുന്നുണ്ട്. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു സാഹിത്യകൃതിയായിരുന്നു ബന്ദോപാധ്യായയുടെ ഈ നാടകം. അതിലാണ് ആദ്യമായി ഈ മുദ്രാവാക്യം ഉയർന്നത് അല്ലെങ്കിൽ ഉയർത്തിയത് എന്ന് BJP അവകാശപ്പെടുകയും വാദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോടും NCERT-യോടും ഒക്കെ ഒരു ചെറിയ അപേക്ഷയുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖരിൽ ഒരാൾ അസിമുള്ള ഖാൻ ആയിരുന്നു എന്നതും, ഒപ്പം തന്നെ അദ്ദേഹമാണ് ഭാരതമാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് എന്ന അറിവ് പുറത്തേക്ക് വരുന്നതും കൊണ്ട് ദയവ് ചെയ്ത് 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കിക്കളയരുതെന്ന് വളരെ വിനീതമായ ഒരു അപേക്ഷയുണ്ട്. രണ്ടാമത്തേത് ജയ് ഹിന്ദ് എന്ന ആ ആശംസാ വാക്കാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ ഒരു ആശംസാ പദമായി ഉപയോഗിക്കാൻ ഒരു വാക്ക് വേണമെന്ന് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകനും അദ്ദേഹത്തിന്റെ സേനയിലെ INA-യിലെ ഒരു മേജറുമായിരുന്ന അബീദ് ഹസനാണ് ആദ്യമായിട്ട് ജയ് ഹിന്ദ് എന്ന വാക്ക് ഉപയോഗിച്ചത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത്. അതേസമയം 1950 ജർമ്മനിയിൽ ഉണ്ടായിരുന്ന മലയാളിയായ തിരുവനന്തപുരത്തുകാരനായ ചെമ്പക രാമൻപിള്ള എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചതെന്ന് ഒരു അവകാശവാദമുണ്ട്. അദ്ദേഹം ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇവിടെ INA-യുടെ ഒരു കേന്ദ്രം ജർമ്മനി ആയിരുന്നു. ഒപ്പം തന്നെ ഈ അബീദ് ഹസനും അക്കാലത്ത് ജർമ്മനിയിൽ ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെമ്പകരാമൻ പിള്ളയുമായിട്ട്
ബന്ധപ്പെട്ടിട്ടുണ്ടാവും, ഈ വാക്കുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് INAക്ക് അത്തരത്തിലുള്ള ഒരു ആശംസാപദം ആവശ്യമായി വന്നപ്പോൾ ഒരുപക്ഷെ അബീദ് ഹസൻ അത് ഉപയോഗിച്ചതാവും. എന്താണെങ്കിലും ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജയ് ഹിന്ദ് എന്ന വാക്ക് പ്രയോഗത്തിൽ വരുന്നത് അബീദ് ഹസൻ നിർദ്ദേശിച്ച് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും മറ്റും ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോഴാണ്. അതുപോലെ നമ്മുടെ ചോര തിളപ്പിക്കുന്ന മറ്റൊരു മുദ്രാവാക്യമാണ് ഇൻക്ലാബ് സിന്ദാബാദ്. 1921 ഉറുദു കവിയായ മൗലാന ഹസ്രത്ത് മൊഹാനി രൂപം കൊടുത്തതാണ് ഈ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ഈ മുദ്രാവാക്യം. അത് രക്തസാക്ഷി ഭഗത് സിംഗിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഇത് നിർലോഭം ഉപയോഗിച്ചിരുന്നു. 1929 ഏപ്രിലിൽ സെൻട്രൽ അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ സംഭവം നടക്കുമ്പോൾ അവിടെ വെച്ച് ഭഗത് സിംഗും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന BK ദത്തയും തൂക്കുമല ചുവട്ടിലേക്ക് നടക്കുമ്പോഴും ഭഗത് സിംഗിന്റെ വാക്കുകളിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ഈ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഇന്ത്യയുടെ ചരിത്രവുമായി ദേശീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ഈ ഭാഷാ പ്രയോഗങ്ങളൊക്കെ പിന്നീട് ഓരോരുത്തരും അവരവരുടേതാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് 1925 ഡിസംബർ 26 കോൺപൂരിൽ വെച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവരുടേതാക്കി മാറ്റി. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം ആണെന്നാണ്. ചരിത്രം അങ്ങനെയല്ല, വസ്തുതയും അതല്ല. ഇത് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പോലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മുദ്രാവാക്യമാണ്. അതുപോലെയാണ് ഭാരത് മാതാ കി ജയ് എന്ന പ്രയോഗം. ഇത് 19ാം നൂറ്റാണ്ടിൽ അസീമുള്ള ഖാൻ രചിച്ചതാണെങ്കിൽ 1925 രൂപം കൊണ്ട RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അവരുടെ പ്രാർത്ഥനാ ഗീതത്തിൽ ഈ പ്രയോഗം അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ മുദ്രാവാക്യം ഒരു കാലത്ത് എല്ലാ ഇന്ത്യക്കാരും ഒരേപോലെ മുഴക്കിയിരുന്ന ഒന്നാണ്. രാജ്യത്തിന് വേണ്ടി മുഴക്കിയ ഒരു മുദ്രാവാക്യം. എന്റെ തലമുറ അടക്കമുള്ളവര് ചെറുപ്പകാലത്ത് വളരെ ആവേശത്തോടു കൂടി ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് RSSന്റെയും BJPയുടെയും സ്വന്തമാക്കി അവര് മാറ്റുകയാണ് ചെയ്തത്. അതിന് സഹായകരമായ രീതിയിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റു സംഘടനകൾ ഈ മുദ്രാവാക്യങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അത് RSSന്റെയും മറ്റും കുത്തകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനും ശശി തരൂറും അതിന്റെ പിതൃത്വം ചൂണ്ടിക്കാട്ടുമ്പോൾ സംഘപരിവാരം ഏറെ അസ്വസ്ഥമാവുന്നത്, വല്ലാതെ നോവുന്നത്. പിണറായി വിജയനും പിന്നീട് ശശി തരൂറും ഈ വിഷയം ഏറ്റെടുത്തത് ഈ മുദ്രാവാക്യങ്ങളോടോ അത് രചിച്ചവരോടോ ഉള്ള ബഹുമാനം കൊണ്ടോ പ്രതിബദ്ധത കൊണ്ടോ ആണെന്ന് കരുതാൻ പറ്റില്ല. ഇത് ഒരു മുസ്ലിം പ്രീണനത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി, അവരുടെ വോട്ട് ലഭിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തന്ത്രം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല. ഇതെപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ ചെയ്തതാണ്. CPM-നെ പോലൊരു പാർട്ടി കുവൈറ്റ് യുദ്ധം ഉണ്ടായപ്പോൾ സദ്ദാം ഹുസൈനെ താങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൈവരിച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് നേടിയ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ ജയ് ഹിന്ദ് മുതലായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ അവരുടെ അജണ്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പിണറായിയും ശശി തരൂറും ഇത് ഓർമ്മിപ്പിക്കുമ്പോൾ ഇതിൽ ചില പോസിറ്റീവായ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദേശവിരുദ്ധരാണെന്നും രാജ്യത്തോട് കൂറില്ലാത്തവരുമാണെന്നുള്ള ഒരു നറേറ്റീവ് വളരെ ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും അവർക്ക് പ്രഫുല്ലമായ ഒരു ചരിത്ര സാന്നിധ്യമുണ്ട് എന്ന് ഇന്നത്തെ ഇന്ത്യയെ ഓർമ്മിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആമസോൺ പ്രൈമിൽ ഏ വതൻ മേരാ വതൻ എന്നൊരു സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. BJP കാലത്തുണ്ടായ സ്പോൺസേഡ് ആയിട്ടുള്ള ദേശഭക്തി സിനിമകളുടെ കൂട്ടത്തിൽ, കാശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നതല്ല ഇത്. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ബ്രിട്ടീഷ് സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പത്രങ്ങളോ മറ്റു മാധ്യമങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ട്
ഉഷ മേത്ത എന്ന് പറയുന്ന 22-കാരിയായ ഒരു പെൺകുട്ടി, കോളേജ് വിദ്യാർത്ഥിനി, ഭഗത് എന്ന് പറയുന്ന തന്റെ ഒരു മുസ്ലിം സുഹൃത്തിനൊപ്പം മറ്റു ചില കൂട്ടുകാരെയും കൂടെ ചേർത്ത് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ ഒരു രഹസ്യ റേഡിയോ ആരംഭിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഉജ്ജ്വലമായ ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത്. അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലഘട്ടമായിരുന്നു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പുറകിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വഞ്ചിച്ച ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെങ്ങും വിപ്ലവം സംഘടിപ്പിക്കാൻ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ആശയഗതിക്കാർ ഒരു പദ്ധതി തയ്യാറാക്കിയപ്പോൾ അതിനെ സഹായിച്ചത് കോൺഗ്രസ് റേഡിയോ ആണ്. പക്ഷെ ആ സമരം വിജയിച്ചില്ല. പക്ഷേ നമ്മൾ ആ സിനിമയിൽ കാണുന്നത് ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ദേശീയ നേതാക്കളെല്ലാം അറസ്റ്റിലായിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസൽമാന്മാരും പാഴ്സികളും സിഖുകാരും ക്രിസ്ത്യാനികളും എല്ലാവരും ഒന്നു ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ സമരം. അതായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവര് ഇന്ത്യക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചവരായിരുന്നു, അല്ലെങ്കിൽ ത്യജിക്കാൻ തയ്യാറായി നിന്നവരായിരുന്നു. കോൺഗ്രസിന്റെ പതാക ബ്രിട്ടീഷ് പട്ടാളം വലിച്ചു താഴേക്കിടുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മരണം തൊട്ടടുത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചൂക്കോടുകൂടി അതിനെ പ്രതിരോധിക്കുകയും കോൺഗ്രസ് പതാക ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. നിറതോക്കുകൾക്ക് നേരെ ഭാരതമാത കീ ജയ് എന്ന മുദ്രാവാക്യവുമായി അലമാലകൾ പോലെ മുന്നേറിയവരായിരുന്നു. അതായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചിത്രം എന്ന് പറയുന്നത്. അന്ന് എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. ഒരേ ഒരു ഇന്ത്യ എന്നാണ് എല്ലാവരും ഉറക്കെ വിളിച്ചിരുന്നത്. സാരേ ജഹാം സെ അച്ഛ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത്, അല്ലെങ്കിൽ ഭാരതമാത കീ ജയ് എന്ന പ്രയോഗം ആരാണ് രൂപപ്പെടുത്തിയെടുത്തത് എന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. ഇതെല്ലാം ഇന്ത്യയുടെ ശബ്ദമായിരുന്നു, ഇന്ത്യയുടെ ഒന്നിച്ചുള്ള ശബ്ദമായിരുന്നു. ഇന്നിപ്പോൾ അവയുടെ രചയിതാക്കളിലേക്കും അവരുടെ സൃഷ്ടാക്കളിലേക്കും ചർച്ചകൾ പോവുകയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ ദേശീയ പ്രസ്ഥാനത്തിലോ ഒരു പൈതൃകവും അവകാശപ്പെടാനില്ലാത്തവർ മറ്റുള്ളവരുടെ പാരമ്പര്യം സ്വന്തമാക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഇതൊക്കെ ആവശ്യമായി വരുന്നത്. മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ ദേശാഭിമാനത്തെയും രാജ്യക്കൂറിനെയും ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയേണ്ടി വരുന്നു. സത്യം തുറന്നു പറയുമ്പോൾ സംഘപരിവാരം പുതിയ നറേറ്റീവുകൾ സൃഷ്ടിക്കും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരും പങ്കെടുത്തിട്ട് ഇടയ്ക്ക് മാപ്പെഴുതി പിന്നാക്കം പോയവരും ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് മൗലികമായ ഒരു സ്ഥാനമുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും. വാസ്തവത്തിൽ സങ്കടകരമായ ഒരവസ്ഥയാണിത്. മതനിരപേക്ഷത മരിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക. അപ്പോഴാണ് ചരിത്രമായി മാറിയ മുദ്രാവാക്യങ്ങളുടെ രചയിതാക്കളെ തേടി നമുക്ക് പോകേണ്ടി വരുന്നത്.